ഹലോ, എല്ലാവർക്കും കാശൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴനിയിൽ വന്നാൽ നമ്മൾ എവിടെ താമസിക്കും. അപ്പോൾ പഴനിയിൽ വന്നിട്ട് എല്ലാവർക്കും നല്ല സുഖമായിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലത്തിനെ പറ്റിയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദണ്ഡപാണി നിലയം, നമ്മൾ തമിഴ്നാട്ടിലെ നമ്മുടെ പഴനി അമ്പലത്തിനോട് അടുത്ത് തന്നെ ഉള്ള ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണിത് കേട്ടോ. ഒരുപാട് ബിൽഡിങ്സൊക്കെ കൂടെ ഒരു വലിയൊരു കോമ്പൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിരിക്കുന്നതാണിത്. അപ്പം ഞങ്ങൾ ഇതുപോലെ പഴനിക്ക് വരുന്നതിന് മുന്നേ കുറേ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കണ്ട ഒരു വീഡിയോയിൽ കണ്ടതായിരുന്നു ഈ ഒരു സ്പേസ്. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഓട്ടോക്കാരനോട് പറഞ്ഞു അപ്പോൾ ദണ്ഡപാണി നിലയത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ റൂമൊക്കെ വേണമെന്ന് അവർ ചോദിച്ചപ്പോൾ നമ്മൾ വേണ്ട, ഞങ്ങൾക്ക് അവിടെ റൂമൊക്കെ റെഡി ആയതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. നമുക്ക് നേരിട്ട് വന്നിട്ടാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളങ്ങനെ പറഞ്ഞു. അമ്പലത്തിന് നേരെ താഴെ തന്നെയാണ്. നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് വേറെ ഗേറ്റൊക്കെ ഉണ്ട്. പിന്നെ റൂമിനും വില കുറവാണ്, നല്ല വൃത്തിയുണ്ട്, നല്ല സേഫാണ്. വണ്ടിയൊക്കെ കൊണ്ട് വരുന്നവർക്കൊക്കെയാണ് വണ്ടിയൊക്കെ സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്യാനും ഒക്കെ പറ്റും. നേരെ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനാണെങ്കിലും നല്ല ഹോട്ടലുകളൊക്കെ ഇതിന് നേരെ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇവിടെ ഇതുപോലെ വന്നു, വെയിറ്റിംഗ് ആണ്. ആദ്യം തന്നെ നമ്മൾ റൂം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ റൂം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ റൂമിൽ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ വരുന്നവരോടൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്, കാരണം നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു, അതിനനുസരിച്ച് ആൾക്കാർ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് റൂം എടുത്ത് കറക്റ്റ് 24 മണിക്കൂർ സമയം നമുക്ക് ആ റൂം ഉപയോഗിക്കാം. പിറ്റേ ദിവസം നമ്മൾ എപ്പോഴാണ് റൂം എടുത്തത് പിറ്റേ ദിവസം അതേ സമയമാകുമ്പോൾ നമ്മൾ റൂം ഒഴിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമിൽ ഇരിക്കാം. അവർ 1 മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു, പക്ഷേ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ അവർ വിളിച്ചു കേട്ടോ. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു എല്ലാ ഫാമിലിയിൽ നിന്നും ഓരോരുത്തരും അവരുടെ കൂടെ ചെന്നിട്ട് റൂം നോക്കാൻ പറഞ്ഞു. റൂം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം റൂം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. കാശുവേട്ടന് സ്റ്റാഫിൻ്റെ കൂടെ പോയതാണ് റൂം നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, മലയാളികളും തമിഴന്മാരും കർണാടകക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല മെയിനായിട്ട് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, എപ്പോഴും സ്റ്റാഫ് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നും പോകുന്നുണ്ട്, വണ്ടിയൊക്കെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പണിയിൽ നല്ല തിരക്കുള്ള ദിവസമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 300 രൂപയാണ് ഇവിടെ റൂം ഫസ്റ്റ് സ്റ്റാർട്ടിങ്. 300 തൊട്ട് 2500 രൂപ വരെ ഇവിടെ റൂമുണ്ട്. പിന്നെ AC റൂമും ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് റൂം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബിൽഡിങ്ങിനും ഓരോ പേരുകളാണ് കേട്ടോ. നമ്മളെ ഭഗവാന്റെ ഓരോ പേരുകളാണ് ഓരോ ബിൽഡിങ്ങിനും ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 71ാമത്തെ നമ്പർ റൂമാണ് കിട്ടിയിരിക്കുന്നത്. 510 രൂപയാണ് നമ്മളെ റൂമിന് വില പറഞ്ഞിരിക്കുന്നത്. 300 രൂപ അവർ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ച് പോകുമ്പോൾ തരും. ഞങ്ങൾ വൈകുന്നേരം 5:15 റൂം എടുത്ത്, നാളെ വൈകിട്ട് 5:15 നമ്മൾ റൂം ഒഴിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. റൂമൊക്കെ നല്ല വൃത്തിയൊക്കെയുള്ള റൂമാണ്. 2 ബെഡുണ്ട്. പിന്നെ നമുക്ക് ലഗേജ് വെക്കാനും ഫോൺ ചാർജ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റും പിന്നെ ബാത്റൂമും എല്ലാം സെപ്പറേറ്റ് ആണ്. വാഷ് ബേസ് ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ പഴനിയിൽ വരുന്നവർ എന്തായാലും തന്നെ എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണ് ദണ്ഡപാണി നിലയം. അപ്പോൾ വരുന്നവർ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് തരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് എന്തായാലും റൂം ഇഷ്ടപ്പെട്ടു. ഞങ്ങളിനി കുളിച്ച് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് മല കയറാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും നാളെ വൈകിട്ടാണ് റൂം ഒഴിഞ്ഞു കൊടുക്കുന്നുള്ളൂ. നാളെ വൈകിട്ടാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിന്. നമ്മൾ ട്രെയിനിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.